ഹലോ ഫ്രണ്ട്സ്, ഇത് സ്കാലപ്പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ കാണുന്ന ഈശോയുടെ ഒരു ക്രൂശിതനാകുന്നതിന് മുമ്പുള്ള അവമാനിതനായി നിൽക്കുന്ന ഒരു രൂപമാണ്. പള്ളിയുടെ മുന്നിലായിട്ട് ചെറുതായി കച്ചവടക്കാരുണ്ട്. എൻ്റെ കൈക്ക് ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഷേക്കിങ് വരുന്നത്, ദയവായി ക്ഷമിക്കുക. പിന്നെ ഈ പള്ളിയുടെ അകത്തെ ദൃശ്യങ്ങൾ എടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ട് സെക്യൂരിറ്റി നിർദ്ദേശങ്ങളും ഉള്ളതുകൊണ്ടാണ്. എന്നാലും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരും എടുക്കാറുണ്ട്. സാധിക്കുന്നത് പോലെ ഞാനും എടുക്കും. ഈ ദൂരെ നിന്ന് നിങ്ങളിത് കാണുമ്പോൾ ഈ പള്ളിയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും, ഇവിടെയുള്ള മലയാളികളും മറ്റ് രാജ്യക്കാരും എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അവിടെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളെയാണ് സ്കാല എന്ന് വിളിക്കുന്നത്. അതിലൂടെ കയറി പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു പോകുന്ന മിക്കവാറും എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നുണ്ട്. ഓരോരുത്തരുടെ പ്രശ്നങ്ങളുടെ കാഠിന്യം അനുസരിച്ച് 1, 2, 3, 4 പ്രാവശ്യം വരുമ്പോൾ ആ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു. ഇതാ അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാനൊന്ന് സ്ലോ മോഷനിലിട്ടതാണ്, കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നതിന് വേണ്ടി. ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണ് പഴയ വത്തിക്കാൻ സ്ഥിതി ചെയ്യുന്നത്. പണ്ട് മാർപ്പാപ്പയും അവരുടെ എല്ലാ സന്നാഹങ്ങളും അവിടെയായിരുന്നു. പിന്നീടാണ് പുതിയ വത്തിക്കാൻ സ്ക്വയർ വന്നപ്പോൾ അങ്ങോട്ട് മാറ്റിയത്. ഈ കാര്യങ്ങൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് നമുക്ക് സുരക്ഷിതത്വം മാത്രമേ നൽകുകയുള്ളൂ. ഈ ഭിത്തി എത്ര വലുതാണോ അതിലും വലിയ സുരക്ഷിതത്വമാണ് അതിൻ്റെ അകത്ത് നിന്ന് അതിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മീയമായ സുരക്ഷിതത്വം അതിമനോഹരമാണ്. ഈ കെട്ടിടത്തിനകത്തെ കാഴ്ചകൾ ഒരു ദിവസം നമുക്ക് ഈ പള്ളിയുടെ അകത്ത് നിന്ന് ലൈവ് എടുക്കുകയോ വീഡിയോസ് എടുക്കുകയോ ചെയ്യണം. കാര്യം അത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ വൈകുന്നേരങ്ങളിലും ഒക്കെ ആളുകൾ ഇവിടെ വന്നിപ്പോൾ ഇരിക്കും. അവിടെ ഒരു ചെറിയ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പള്ളികളും തമ്മിലുള്ള അടുത്ത് നിൽക്കുന്നത് കാണിക്കാനാണ് ഞാനിങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. എന്നാൽ നിങ്ങളും ഭാഗ്യം ചെയ്തവരാണ്. ഇവിടെ വന്നവരിലൂടെ ഇത് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ.